എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധിയിൽ അർഹരായിട്ടുള്ള കർഷകർക്കെല്ലാം ഇപ്പോൾ ഒരു മെസ്സേജ് എത്തുന്നുണ്ട്. അതായത് കൃഷി ഓഫീസുകളിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് വരുന്നത്. കതിർ ആപ്പ് ഇത് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ PM കിസാൻ സമ്മാൻ നിധിയുടെ ഇനിയുള്ള ഗഡുക്കളൊന്നും ആർക്കും ലഭിക്കില്ല എന്നുള്ളത്. പക്ഷേ കതിർ ആപ്പിനകത്ത് യാതൊന്നും തന്നെ PM കിസാൻ സമ്മാൻ നിധിയെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുമില്ല. അപ്പോൾ അതൊരു ആവശ്യകതമായിട്ടുള്ള കാര്യമാണോ? PM കിസാൻ സമ്മാൻ നിധിയുമായിട്ട് എന്താണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് അറിയില്ല. നമുക്ക് PM കിസാൻ സമ്മാൻ നിധി ലാൻഡ് സീഡിംഗ് എന്നൊരു കാര്യം ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ റവന്യൂ ലാൻഡ് റെക്കോർഡ്സിനകത്ത് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലാൻഡ് സീഡിംഗ് എന്നൊരു ഓപ്ഷൻ നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് കബിർ ആപ്പ് അല്ലെങ്കിൽ എയിംസ് പോർട്ടൽ ഇതൊന്നും PM കിസാൻ സമ്മാൻ നിധിയുടെ വെരിഫിക്കേഷൻ ആയിട്ടുള്ള യാതൊന്നുമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ PM കിസാൻ നമുക്ക് ഭൂമി സ്വന്തമായിട്ടുണ്ടോ, നമ്മുടെ റവന്യൂ റെക്കോർഡ്സിൽ നമ്മുടെ ഭൂമി അവിടെ ഉണ്ടോ എന്നുള്ളത് അറിയാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ ഇതിനകത്ത് ഈ ലാൻഡ് സീഡിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ സ്ഥലം വിൽക്കുകയോ സ്ഥലം മറ്റൊരാൾക്ക് എഴുതി കൊടുക്കുകയോ മക്കൾക്ക് എഴുതി കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുനിന്ന് നിങ്ങളുടെ പേര് ചേഞ്ച് ആവുകയും അപ്പോൾ അത് PM കിസാൻ സമ്മാൻ നിധിക്ക് അത് അറിയാനായിട്ട് വേണം. നിങ്ങളത് വിറ്റിട്ടുണ്ടോ മറ്റുള്ളവർക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അറിയാനായിട്ട് തന്നെയാണ് ഈ ലാൻഡ് സീഡിംഗ് എന്നൊരു ഓപ്ഷൻ 2022 കൊണ്ടുവന്നത്. കാരണം വെച്ചാൽ അങ്ങനെ ഇല്ലീഗലായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ വാങ്ങുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ലാൻഡ് സീഡിങ്ങും ബാങ്ക് സീഡിങ്ങും KYC ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ 2022 മെയ് മാസം കഴിഞ്ഞപ്പോഴാണ് ഈ നിയമങ്ങളെല്ലാം വന്നത്. അപ്പോൾ അതിന് മുമ്പേ തന്നെ ഇഷ്ടം പോലെ എല്ലാവരും അല്ലാതെ തന്നെയും ഒക്കെ വാങ്ങുന്നവരുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് കുറേ ആൾക്കാരുടെ PM കിസാൻ സമ്മാൻ നിധി മുടങ്ങുന്നൊരു സാഹചര്യം വന്നത്. അപ്പോൾ അങ്ങനെ ഇല്ലീഗലായിട്ട് വാങ്ങിച്ചിട്ടുള്ളവരെയൊക്കെയാണ് മുടക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് 2 പേരുടെ ഭൂമിയിലുള്ള ആൾക്ക് PM കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നു. അപ്പോൾ അത് ഇപ്പോൾ വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവരെ എല്ലാം പുറത്തെടുത്ത് കളയും എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ നിരവധി പ്രശ്നങ്ങളുള്ളവരുണ്ട്. ഭാര്യയുടെ പേരിൽ ഭർത്താവ് വാങ്ങുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ ഇപ്പോൾ എടുത്ത് പുറത്ത് കളയും എന്നുള്ളതാണ്. കേന്ദ്രം ഇപ്പോൾ അത് പുതിയ നിയമങ്ങൾ കർശനമാക്കിയിരിക്കുക തന്നെയാണ്. അങ്ങനെയുള്ളവരെ നേരത്തെ ഇൻകം ടാക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ജോലിയുള്ളവരെ, അതൊക്കെ ഇപ്പം എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വിഷയമാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് അപ്രൂവൽ കൊടുത്തിട്ടുള്ളവർക്ക് പോലും വിഷയങ്ങളുണ്ടാവും. കാരണം അതിന്റെ എൻക്വയറികൾ വരികയാണ്. അങ്ങനെയുള്ളവരെ എല്ലാം കണ്ടെത്തി നിങ്ങൾക്ക് ലെറ്റേഴ്സ് ആയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും. അതിന് 80% ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലീഗലായിട്ട് വാങ്ങരുത് എന്നുള്ളത് നേരത്തെ തന്നെ കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. അതിനകത്ത് പ്രത്യേക ആക്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവുന്നതാണ്. അങ്ങനെ ആരെങ്കിലുമൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ PM കിസാൻ സമ്മാൻ നിധിയുടെ 19ാമത്തെ ഗഡു വിതരണം നമുക്ക് ഈ മാസം ജനുവരി ആദ്യം തന്നെ ലഭിക്കേണ്ടതായിരുന്നു. ബഹുമാനപ്പെട്ട മൻമോഹൻ സിംഗ് അദ്ദേഹം മരണപ്പെടുകയും അതിന്റെ ദുഃഖാചരണം ആചരിക്കുകയായിരുന്നു. അപ്പോൾ 3-ാം തീയതി വെച്ചിരുന്ന കർഷക മീറ്റിംഗ് വരെ മാറ്റേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ഡേറ്റ് ചേഞ്ച് ആയി പോയിരിക്കുന്നത്. 3-ാം തീയതി ഒരു കർഷക മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് വിതരണത്തിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഈ ഒരു ദുഃഖാചരണ സമയമായതുകൊണ്ട് തന്നെ ആ ഒരു മീറ്റിംഗ് ക്യാൻസൽ ചെയ്യുകയും പിന്നീടത്തേക്കുള്ള ഒരു ഡേറ്റ് അറിയിച്ചിട്ടുമില്ല. എന്തായാലും ഈ ജനുവരി ലാസ്റ്റ് തന്നെ PM കിസാൻ സമ്മാൻ നിധിയുടെ 19ാമത്തെ ഗഡു വിതരണം ലഭിക്കുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുടങ്ങിയിട്ടുള്ളവരൊക്കെയാണ് എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആക്കി വെക്കണം. നിങ്ങൾ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണോ എന്നുള്ളത് കൺഫേം ചെയ്യണം. മറ്റുള്ളവരെ ഏൽപ്പിച്ച് അത് അവർ ചെയ്തിട്ടുണ്ട് എന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കറക്റ്റ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 19ാമത്തെ ഗഡു വിതരണം ലഭിക്കുകയുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങളുടെ പേയ്മെന്റുകളുടെ സമയത്തുള്ള പേയ്മെന്റുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 12, 13, 14 ഒക്കെ ഇടയ്ക്ക് ബാങ്കിന്റെ പ്രശ്നം കൊണ്ട് വരാത്ത നിരവധി കർഷകരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഇതാ പേയ്മെന്റ് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജനുവരി 4-ാം തീയതി വന്ന അപ്ഡേഷനാണ്. ജനുവരി 4-ാം തീയതി പേയ്മെന്റ് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇടയ്ക്ക് പേയ്മെന്റുകൾ ബാങ്കിന്റെ ഇഷ്യൂ കൊണ്ട് ബ്ലോക്ക് ആയി പോയിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും പേയ്മെന്റ് വിട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ശ്രദ്ധിക്കുക, അതിനകത്ത് പേയ്മെന്റ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ അതുപോലെ തന്നെ നമുക്ക് PM കിസാൻ സമ്മാൻ നിധിയിൽ ഒരു തുക വർധന ഉണ്ടാവും എന്നൊരു അപ്ഡേഷൻ വന്നിരുന്നു. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ ന്യൂസ് പേപ്പറിലൊക്കെ തന്നെയും ഇപ്പോൾ അത് ഒരു വാർത്ത തന്നെ ആയിരിക്കുകയാണ്. ഈ ഒരു തുക വർധന ഉടൻ ഉണ്ടാവും, ബജറ്റിന് ശേഷം ഒരു തുക വർധന ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മറ്റു കുറച്ച് സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോൾ തന്നെയും 8,000 രൂപയായിട്ടാണ് അവർക്ക് PM കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നത്. ഇനിയിപ്പോൾ അവർക്ക് വീണ്ടും 2,000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചത് 10,000 രൂപയാക്കി മാറ്റുന്നതാണ്. നമ്മുടെ കേരളത്തിലെ കാര്യവും മറ്റ് ഏത് സംസ്ഥാനങ്ങളിലൊക്കെയാണ് ഇനി പഴയതുപോലെ തന്നെ ആവുക എന്നുള്ളത് അറിയില്ല. അതായത് മൊത്തത്തിൽ തന്നെയും വർധനവ് ഉണ്ടാകുമോ എന്നുള്ള ഒരു പൂർണ്ണ രൂപങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടായതും ഏറ്റവും കൂടുതൽ ആവശ്യങ്ങൾ വന്നത് തന്നെയും PM കിസാൻ സമ്മാൻ നിധിയിൽ വർധനവ് ഉണ്ടാവണം എന്നുള്ളതാണ്. അതിന് അതായത് സംസ്ഥാനങ്ങൾ അവർക്ക് മറുപടി നൽകി വർധനവ് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രകാരം തന്നെയും ഈ ഒരു പ്രാവശ്യം PM കിസാൻ സമ്മാൻ നിധിയുടെ തുക വർധന ഉണ്ടാവും. പക്ഷെ അത് കേരളത്തിന് ഏത് രീതിയിൽ ബാധിക്കും എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും തുക വർധന ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. കാരണം വെച്ചാൽ ആ ഒരു വാഗ്ദാനം കൊടുത്തത് കൊണ്ട് തന്നെയും അവരത് പാലിക്കും. തുക വർധന ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ PM കിസാൻ സമ്മാൻ നിധിയിൽ പുതുക്കണം,
ഇപ്പോൾ പുതുക്കണം എന്നൊക്കെ പറഞ്ഞ് നിരവധി മെസ്സേജുകൾ വരുന്നുണ്ട് എന്ന് നമുക്ക് ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ പുതുക്കേണ്ട ആവശ്യങ്ങളൊന്നും തന്നെയില്ല. റവന്യൂ ലാൻഡ് റെക്കോർഡ്സിനകത്ത് നിങ്ങൾക്കെല്ലാം ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ആണ്. നിങ്ങളുടെ ലാൻഡ് ടാക്സ് നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് തന്നെ അടയ്ക്കുക. അപ്പോൾ തന്നെയും അവിടെ അത് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ഏത് വർഷം വരെ ലാൻഡ് ടാക്സ് അടച്ചു, നിങ്ങൾ ഭൂമി തന്നെയാണോ, നിങ്ങളുടെ ഭൂമിയിൽ നിങ്ങൾ ലാൻഡ് ടാക്സ് ഒക്കെ പേയ്മെന്റ് ചെയ്യുന്ന വ്യക്തികളാണോ എന്നുള്ളതൊക്കെ അവിടെ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതൊക്കെ ഓട്ടോമാറ്റിക് അപ്ഡേറ്റഡ് ആണ്. പണ്ടത്തെ കാലമൊന്നുമല്ല, ഇപ്പോൾ എല്ലാം ഓട്ടോമാറ്റിക് അപ്ഡേറ്റഡ് ആണ്. എല്ലാം അവർക്ക് അവിടെ അറിയാനായിട്ട് സാധിക്കും. അതിന് തന്നെയാണ് ലാൻഡ് സീഡിംഗ് എന്നൊരു ഓപ്ഷൻ കേന്ദ്രം കൊണ്ടുവന്നത് തന്നെ. നിങ്ങളുടെ സ്ഥലം തന്നെയാണോ എന്നുള്ളത് കേന്ദ്രത്തിന് അറിയാനും, നിങ്ങൾ എന്തെങ്കിലും ക്രയവിക്രയം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കേന്ദ്രത്തിന് ഓട്ടോമാറ്റിക്കലി അവിടെ ഇരുന്ന് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ പുതുക്കേണ്ട യാതൊരു കാര്യങ്ങളുമില്ല. പുതുക്കാനായിട്ട് ആരും ആവശ്യപ്പെട്ടിട്ടുമില്ല. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.